മറ്റ് അതിഥികളെ, സഹോദരിമാരെ, ഉമ്മമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ആറാമത്തെ സനദ് ദാന പരിപാടിയിലാണ് നാം സമ്മേളിച്ചിരിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികളും വിഷമങ്ങളും തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നാട്ടിൻ്റെ ദൂര ദിക്കുകളിൽ നിന്നടക്കം ഇവിടെ സംഘടിച്ചവരാണ് നിങ്ങളെല്ലാവരും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിപാടി പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിച്ച് നമുക്ക് തിരിച്ച് നമ്മുടെ ഉദ്ദേശിച്ച വണ്ടിയിൽ നമുക്ക് എത്തിച്ചേരണം, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം. അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ അറിവിനെ സംബന്ധിച്ച്, മുഅല്ലിമീങ്ങളെ കുറിച്ച്, അധ്യാപന രംഗത്തും അതുപോലെ പഠന മേഖലയിലും ഉണ്ടായിരിക്കേണ്ട ആത്മാർത്ഥതയെക്കുറിച്ചും മാനസിക വിശുദ്ധിയെക്കുറിച്ചൊക്കെ നമ്മളോട് സവിസ്തരം പ്രതിപാദിച്ചു കഴിഞ്ഞു. ആ രീതിയിൽ നാം മുന്നോട്ട് പോകണം. സനദ് ദാനം നടത്തിയതിന് ശേഷമാണ് സാധാരണ സനദ് ദാന പ്രഭാഷണം നടത്താറുള്ളതെങ്കിലും പതിവിന് വിപരീതമായി ഈ ഒരു നിലപാട് സ്വീകരിക്കാൻ കാരണം തങ്ങൾ അല്പം വൈകിയതിൻ്റെ പേരില്ല. വൈകിയതൊന്നുകൊണ്ടൊന്നുമല്ല, വഴി തെറ്റി കുറച്ച് അങ്ങോട്ടേക്ക് പോയി, കൃത്യമായി എത്തേണ്ടതായിരുന്നു. ഏതായാലും അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ടവരിവിടെ ചേർന്നിട്ടുണ്ട്. അതോടുകൂടെ ഒരുപാട് ഹിഷാമിമാർ ഇവിടെ അവരുടെ തിരക്കുകൾ മാറ്റിവെച്ച് എത്തി. അവർക്ക് പെട്ടെന്ന് തിരിച്ചു പോകാനുള്ളത് കൊണ്ട്, സമയം അതിക്രമിച്ചാൽ പല ജാതി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് കൊണ്ട് അവർ കുറേ പേര് തിരിച്ചുപോയി. സനദ് വാങ്ങുന്ന ആളുകൾ ഏതായാലും ഇവിടെ ഉണ്ട്, അതിൽ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ് ഒരു വർഷത്തെ ഓൺലൈൻ കോഴ്സ് ഓരോ വർഷം കഴിയുന്നിടത്തോളം ഹിഷാമിയയുടെ ക്വാളിറ്റി വർദ്ധിക്കുന്നതായിട്ടാണ് ബോധ്യപ്പെടുന്നത്. കാരണം പഠിതാക്കളുടെ അറിവിനോടുള്ള ആ താല്പര്യവും ജിജ്ഞാസയും അത് ഒന്നുകൂടി അനുഭവപ്പെട്ട ഒരു വർഷമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. 10-20ഓളം ആളുകൾ എന്നും ഗൂഗിൾ മീറ്റിലൂടെയും മറ്റ് നേരിട്ട് കണ്ടുകൊണ്ടുള്ള ക്ലാസ്സുകളിലും സജീവമായിട്ട് തന്നെ പങ്കെടുക്കുകയും ഇടപെടുകയും ചോദ്യങ്ങളൊക്കെ, സംശയ നിവാരണങ്ങളൊക്കെ നടത്തുന്ന നല്ലൊരു സാഹചര്യം ഈ വർഷം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഹിഷാമി ഉസ്താദുമാരിൽ കാണാനും സാധിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനിൻ്റെ ക്ലാസ്സാണ് മറ്റൊന്ന് എടുത്തു പറയേണ്ട വിഷയം. ഹുദൈഫ ഉസ്താദിൻ്റെ കണിശമായ നിലപാട് തീർച്ചയായിട്ടും ഹിഷാമിമാർക്ക് നല്ലൊരു മാറ്റം ഖിറാഅത്തിന്റെ വിഷയത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്കൊരു വഴിത്തിരിവായി ആ ഖുർആൻ ക്ലാസ് മാറിയിട്ടുണ്ട് എന്ന് ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിൽ ഒന്നുകൂടി ക്വാളിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് നല്ല ഗുണനിലവാരമുള്ള ക്ലാസ്സുകളാക്കി തീർക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അതിന് സാധിക്കണം. നിങ്ങളുടെ കൂടി നല്ലൊരു പരിശ്രമം അതിന് വേണം. എന്ന് പറഞ്ഞാൽ നല്ല നിലവാരമുള്ള ഉസ്താദുമാരെ ഹിഷാമി അടുപ്പിക്കണം. ആരെങ്കിലും എഴുത്തും വായനയും അറിയാത്ത, അല്ലെങ്കിൽ ഇബാറത്തുമായി ബന്ധമില്ലാത്ത, നഹ്വ് സർഫിനെ കുറിച്ച് യാതൊരുവിധ അവബോധവും ഇല്ലാത്ത ആളുകളെ നമുക്ക് ക്ലാസ്സിൽ കിട്ടിയതുകൊണ്ട് വേണ്ടതുപോലെ വിജയിക്കുകയില്ല. അവരൊരു വയത് കേൾക്കുമെന്ന് മാത്രം. ചില ആളുകളൊക്കെ ക്ലാസ്സിന് ചേരുന്നു, പിന്നീട് അവർ വരുന്നത്, അതും ഓൺലൈനിലായിരിക്കും അഡ്മിഷൻ എടുത്തിട്ടുണ്ടാകുക, പിന്നീട് അവരെ കാണുന്നത് ഈ കോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അങ്ങനെ 1-2 വ്യക്തികൾ എനിക്ക് അനുഭവപ്പെട്ടു. ആ വിഷമവും കൂടി നിങ്ങളോട് ഞാൻ ഈ സമയത്ത് നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഒരിക്കലും അത് ശരിയല്ല. അവർക്ക് സനദിന് അർഹതയുണ്ടെന്നും നാം വിശ്വസിക്കുന്നില്ല, അങ്ങനെ പറയുന്നുമില്ല. സനദിന് തീർത്തും അർഹതയില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ തന്നെ സ്വന്തം വിലയിരുത്തിയിട്ട് ആത്മവിമർശനം നടത്തി കുറ്റബോധമുണ്ടായി അവർക്ക് കഴിഞ്ഞു പോയിരിക്കുന്ന ക്ലാസ്സുകൾ ഉസ്താദുമാരെ കാണാനോ ക്ലാസ്സുകളിൽ പങ്കെടുക്കാനോ അതിന് സമയം കണ്ടെത്താത്തതിൻ്റെ ആ ഒരു നഷ്ടത്തിൻ്റെ പരിഹാരം നിങ്ങൾ ഇനി കണ്ടേ പറ്റുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഹിഷാമി എന്ന് പറയാൻ നിങ്ങൾക്ക് അർഹതയുള്ളൂ എന്ന് കൂടി ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ്. പിന്നീട് നേരത്തെ ഷാഫി ഉസ്താദ് പറഞ്ഞതുപോലെ ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്, ഒരു ബിഗിനിങ് ആണ്, അല്ലാതെ ഒരു എൻഡിങ് അല്ല ഇത് എന്ന് കൂടി മനസ്സിലാക്കണം. ആ അവസാനമല്ല, മറിച്ച് നിങ്ങൾക്ക് ഇനി കിതാബ് മുത്താല ചെയ്യാനും ഇൽമുകൾ നേടിയെടുക്കാനുള്ള മലക്ക ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു സമ്മത പത്രമാണ് നിങ്ങൾക്ക് തരുന്നത്. അല്ലാതെ കണ്ട് വലിയ ഒരു അറിവിൽ മഹാറത്തും ഹദാഖത്തും വലിയ കഴിവും എബിലിറ്റിയും നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു നിലക്കല്ല സർട്ടിഫിക്കറ്റ് തരുന്നത്. അത് ഒരു കോളേജും അങ്ങനെയല്ല നൽകുന്നത്. അതുകൊണ്ട് ഞാൻ നീട്ടി പരത്തി സനദ്ദാന പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല.
പിന്നെ നമ്മുടെ ഈ ഹിഷാമിയ 6 വർഷത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. 6 വർഷം പൂർത്തിയായി. 6ാം ബാച്ചിനാണ് നിങ്ങൾക്ക് ബിരുദം നൽകുന്നത്. ഇതുവരെ ഹിഷാമിയുടെ ചരിത്രത്തിൽ 300 ചില്ലാനും ഹിഷാമി ഉസ്താദുമാര് പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ പ്രവർത്തനത്തെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ 300 ചില്ലാനും ഹിഷാമിമാര് ഇന്ന് നമ്മുടെ ഈ ഹിഷാമിയയുടെ ജലാലിയ ഹിഷാമിയയുടെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷം നവ ഹിഷാമിമാർക്ക് അറിയിക്കുകയാണ്. അവരോടൊപ്പം ചേർന്നുകൊണ്ട് ഈ ഹിഷാമിയെ മാർവിടത്തോട് അടച്ചു പിടിച്ചുകൊണ്ട് ആവശ്യമായ സേവനങ്ങളും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റ് ഭൗതികമായ രീതികളിലും ആത്മാർത്ഥത കൊണ്ടും ഒക്കെ നിങ്ങൾ ഈ ഹിഷാമിയയ്ക്ക് സേവനം ചെയ്യണമെന്നാണ് ഹിഷാമിയായി പുറത്തിറങ്ങുന്ന ഉസ്താദുമാരോട് പറയാനുള്ളത്. നിങ്ങൾക്ക് നേടേണ്ടതെല്ലാം നേടി ഇനി ബന്ധത്തിന്റെ ആവശ്യമില്ല എന്ന് ഒരിക്കലും നിങ്ങൾ കരുതരുത്. അങ്ങനെ കരുതുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിലും ഒന്ന് ഉണർത്തുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ഈ സനദും ഷഹാദയും അതോടുകൂടെ സ്ഥാനവസ്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത് മഹത്തായ ഹിഷാമിയ എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അതർഹിക്കുന്ന വിലയും അതിനോടുള്ള അദബും മര്യാദയും ബഹുമാനവും ഒരു കൂറും നിങ്ങൾ മരിക്കുവോളം നിലനിർത്തണമെന്ന് നിങ്ങളോട് പറയുകയാണ്. അല്ലാഹു അതിനെ നിങ്ങൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ഞാൻ പറയുകയാണ്. സുന്നത്തായ കാര്യങ്ങളിൽ ഇടപഴകിയിട്ട് ഫർളായ കാര്യങ്ങളെ മറക്കുന്ന ഒരു സാഹചര്യം. ത്വലഅൽ ബദ്റു അലൈനാ യാതിൽ വദാഇ വജബ ശുക്രു അലൈനാ മദാ ലില്ലാഹി. എന്നും ഹിഷാമിയോട് പ്രതിബദ്ധിയും ബന്ധവും വെച്ച് പുലർത്തണമെന്ന് ഒന്നുകൂടി നിങ്ങളോട് ഉണർത്തുകയാണ്. സുന്നത്തായ കാര്യങ്ങളിൽ ഇടപഴകിയിട്ട് ഫർളായ കാര്യങ്ങൾ മറക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഒരിക്കലും ഉണ്ടാകരുത്. ചില ആളുകൾ ദുഹാ നിസ്കാരത്തിന്റെ പേരിൽ അല്ലെങ്കിൽ രാത്രി തഹജ്ജുദ് നിസ്കാരത്തിന്റെ പേരിൽ ആവേശം കൊള്ളുന്നു. അത് നിസ്കരിച്ചതിന്റെ പേരിൽ ആത്മാഭിമാനം കൊള്ളുന്നു. പക്ഷേ ഫർള് നിസ്കരിക്കുന്ന സമയത്ത് ആ ഒരു ദുഹ എന്ന് പറയുന്ന സുന്നത്ത് നിസ്കാരത്തിനോട് കാണിക്കുന്ന താല്പര്യമോ പ്രതിബദ്ധ ആവേശമോ കാണുകയും ചെയ്യുന്നില്ല. അത് വലിയ നഷ്ടമാണ്. കാരണം മഹാനായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, മാ തഖറബൽ മുതഖർരിബൂന ഇലയ്യ ബിമിത്ലി അദാഇ മഫ്തറൽതു അലൈഹിം. ഞാൻ ഫർളാക്കിയ കാര്യങ്ങളെക്കാളും ഉത്തമമായ ഒന്നുകൊണ്ട് എൻ്റെ സാമീപ്യം നേടിയെടുക്കുന്നവർ സാമീപ്യം നേടിയെടുത്തിട്ടില്ല. അപ്പൊ അല്ലാഹുവിനോട് അടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിദാനം അത് ഫർളായ കാര്യങ്ങളാണ്. ഫർള് നിസ്കാരം, സുന്നത്ത് നിസ്കാരം, ഫർള് നോമ്പ്, സുന്നത്തായ നോമ്പ്, ഫർളായ ധർമ്മം, സുന്നത്തായ ധർമ്മം, ഇതെല്ലാം വലിയ വ്യത്യാസമുണ്ട്. ചിലത് പ്രത്യക്ഷത്തിൽ നല്ലതായിരിക്കാം, എല്ലാം നല്ലതായിരിക്കാം. ഉമ്മാനെ സഹായിക്കലും ഉപ്പാനെ സഹായിക്കലും നല്ലതാണ്. പക്ഷേ ഉമ്മ അപ്പുറത്ത് നിന്ന് ത്യാഗം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഗുളിക വാങ്ങാൻ ക്യാഷ് ഇല്ല, മെഡിസിൻ വാങ്ങാൻ സൗകര്യമില്ല. അപ്പുറത്ത് ഉപ്പയ്ക്ക് വലിയ പ്രയാസമില്ലെങ്കിലും ഉപ്പയെ നല്ലോണം സഹായിക്കുന്നു, അകമഴിഞ്ഞ് സഹായിക്കുന്നു. ഇവിടെ ഉപ്പയെ സഹായിക്കൽ വലിയ ഇബാദത്താണ്. എന്നാൽ ഉമ്മയെ അവഗണിച്ചുകൊണ്ട് ഉമ്മയ്ക്കാണ് ഒന്നുകൂടി പരിഗണന വാത്സല്യത്തിന്റെ വിഷയത്തിൽ നൽകേണ്ടതെന്ന് 3 പ്രാവശ്യം ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ ഉത്തരവാദിത്തം ഉമ്മയോടാണെന്ന് 3 പ്രാവശ്യം പറഞ്ഞ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി 4ാമതായിട്ടാണ് ഉപ്പയെ പറഞ്ഞത്. ആ ഒരു ഡിഫറൻസ്, ഇഖ്തിലാഫ് നമ്മൾ സ്ഥാനമാനങ്ങളിലും ഹുഖൂഖുകളിലും ബാധ്യതാ നിർവഹണത്തിലും നമ്മൾ പുലർത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ ഫർളും സുന്നത്തും തിരിച്ചറിയാത്തവരാണ്. അല്ലെങ്കിൽ ഫർളിന്റെ കൂട്ടങ്ങളിൽ തന്നെ മുൻഗണനാ ക്രമങ്ങളെ കുറിച്ച് ബോധവാന്മാരല്ലാത്തവരാണ്. ഈ വിഷയം എല്ലാ കാര്യത്തിലുമുണ്ട്. അറിവ് സമ്പാദനത്തിന്റെ വിഷയത്തിൽ, കുട്ടികൾക്ക് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ വിഷയത്തിൽ, ഇതിലെല്ലാം വലിയ വലിയ വ്യത്യാസങ്ങളും അവസ്ഥാന്തരങ്ങളും ഉണ്ട് എന്ന് മുൻഗണനാക്രമങ്ങളിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
ഫർദ് ആദ്യം പഠിപ്പിക്കുക, പിന്നീട് സുന്നത്ത് പഠിപ്പിക്കുക. അതുപോലെ കൂടുതൽ ശക്തമായ ഫർദ്, നഷ്ടപ്പെട്ടു പോകാത്ത ഫർദ്, പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഫർദ്. ഇങ്ങനെ 2 ഫർദുകൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഫർദിന് പരിഗണന കൊടുത്ത് എപ്പോഴും ചെയ്യാൻ പറ്റിയ ഫർദ് അത് പിന്നെയും ആകാമെന്നുള്ള ചിന്താഗതി വെച്ച് പുലർത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ഫർദ് അവിടെ നഷ്ടപ്പെടുന്നു, മറ്റൊരു ഫർദ് എടുക്കുന്നുണ്ടെങ്കിലും ഇതൊരിക്കലും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഫർദ് കിഫായുണ്ട്, ഫർദ് ഐനുണ്ട്, സുന്നത്ത് മുഅക്കദത്തുണ്ട്, സുന്നത്ത് ആദിയത്തുണ്ട്. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കാതെ കണ്ടുള്ള മുന്നോട്ട് പോക്കാണ് അധിക ആളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. വിവരമുള്ളവരാണെന്ന് പറയുന്നവരുടെ ഭാഗത്തും അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു. വലിയ സിയാറത്തിനൊക്കെ വലിയ പ്രാധാന്യം, മരിച്ചുപോയവരെ കാണാൻ വേണ്ടി വലിയ താല്പര്യം കാണിക്കും. അപ്പുറത്ത് പ്രായാധിക്യം കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മയെ, ഉപ്പയെ, സ്വന്തം ഉസ്താദിനെ തിരിച്ചറിയാനുള്ള ഒരു വിവേകം പോലും നഷ്ടപ്പെട്ടുകൊണ്ട് അജ്മീറിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഔലിയാക്കന്മാരെ തേടി പോകുന്നു. ആ ഔലിയാക്കന്മാരെ നമ്മളോട് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ അവർക്ക് വിലായത്ത് ലഭിച്ചത്, അവർ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചത് കൊണ്ടാണ്, ആദരിക്കേണ്ടവരെ ആദരിച്ചത് കൊണ്ടാണ്, അവർ നിന്ദിക്കേണ്ടതിനെ നിന്ദിച്ചത് കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതവും അവരുടെ മാർഗവും അവരുടെ നെഹ്ജും അവരുടെ മൻഹജും നമ്മുടെ നെഹ്ജായി, നമ്മുടെ ത്വരീഖായി, നമ്മുടെ ജീവിത രീതിയായി മാറുമ്പോൾ മാത്രമേ നമുക്ക് രക്ഷപ്പെടാനും ഉന്നതിയിലേക്ക് എത്തിച്ചേരാനും ഉന്നതിയിൽ വിരാജിക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവാണ് എൻ്റെ പ്രിയപ്പെട്ട ഹിഷാമിമാരായി പുറത്തിറങ്ങുന്ന ആളുകൾക്ക് ഉണ്ടാകേണ്ടതെന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ തിരക്കുള്ള നിങ്ങൾ പെട്ടെന്ന് തിരിക്കേണ്ട നിങ്ങളെ വെച്ചുകൊണ്ട് മഗ്‌രിബിന് മുമ്പെങ്കിലും പള്ളിയിലെത്തേണ്ട എൻ്റെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് ഞാൻ ദീർഘിപ്പിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നമ്മുടെ ഈ ഉദ്യമങ്ങളെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് വലിയ പ്രതിഫലത്തിന് കാരണമാകുന്ന ഒരു സേവനമായി ഈ ഹിഷാമിയ എന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള സേവനത്തെ അല്ലാഹു തആല മാറ്റിത്തരട്ടെ. അക്ഷരാർത്ഥത്തിൽ ഹിഷാമികളായിട്ട് ദീനീ രംഗത്ത് തല ഉയർത്തിയിട്ട് നെഞ്ചി വിടർത്തി ഞാനൊരു അർഹതയുള്ള ആളാണെന്ന് ഉള്ള ഒരു ആത്മാഭിമാനത്തോടുകൂടെ ഇനി അങ്ങോട്ട് സേവന വീതിയിൽ സജീവമാകാനുള്ള സൗഭാഗ്യം അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹിഷാമിയ എന്ന പേരിൽ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ കാണാം. പക്ഷേ നമ്മുടെ ഹിഷാമിയയോ മറ്റുള്ള ഹിഷാമിയയും നാം മറ്റുള്ളതിനെ ചെറുതാക്കുന്നില്ലെങ്കിലും നമ്മുടെ ഹിഷാമിയയ്ക്കുള്ള ഒരു പ്രത്യേകതയാണ് നേരത്തെ പറഞ്ഞത്. നേരിട്ട് ദർസിൽ ഇരുന്നു കൊണ്ട് പഠിക്കുന്ന ഒരു അനുഭൂതിയോടുകൂടെ പഠിക്കാനുള്ള ഒരു അവസരം നമ്മുടെ ഉസ്താദുമാര് നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ ഉണ്ടാക്കി തരുന്നുണ്ട്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും ഒന്നുകൂടി അതിനെ വികസിപ്പിച്ചുകൊണ്ട് ഒന്നുകൂടി അക്ഷരാർത്ഥത്തിൽ നല്ലൊരു ക്ലാസ് ആയിട്ട് മാറ്റി തീർക്കാൻ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ അടക്കമുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടുകൂടെ ഹിഷാമികളായി തീർന്നവർക്ക്, അതുപോലെ പുറത്തുനിന്ന് ബിരുദം നേടിയെടുത്ത ആളുകൾക്ക് ഉപരിപഠനത്തിനു കൂടി പ്രത്യേകമായ സബ്ജക്റ്റുകളിൽ തഫ്സീർ, അതുപോലെ സീറത്തുൻ നബി, പിന്നെ ഹദീസ് തുടങ്ങിയ വിഷയങ്ങളിൽ, പ്രത്യേക ഫിഖ് തുടങ്ങിയ വിഷയങ്ങളിൽ ഒരു പ്രത്യേക സ്പെഷ്യലൈസേഷൻ തഖസ്സുസ് നൽകിയിട്ട് പിന്നെ ഒരു കോഴ്സ് തുടങ്ങാനുള്ള ഒരു ഉദ്ദേശവും കൂടി കമ്മിറ്റി ഭാരവാഹികൾക്കുണ്ട്, ഉസ്താദുമാർക്കുണ്ട്. അത് നല്ല നിലക്ക് പിന്നെ താല്പര്യമുള്ളവർ മാത്രം പഠിക്കുമെന്നും എടുക്കുന്ന ക്ലാസ്സുകൾ അതിന് വില കൽപ്പിച്ചുകൊണ്ട് നോട്ട്സുകൾ തയ്യാറാക്കി ചർവണങ്ങൾ നടത്തിയിട്ട് മക്കാലകളും പ്രബന്ധങ്ങളും തയ്യാറാക്കിയിട്ട് പിന്നെ പഠന രംഗത്ത് മുന്നേറാൻ താല്പര്യമുള്ളവർ മാത്രം തഖസ്സുസിന് വേണ്ടി ചേരണം. അല്ലാത്തവർ ഒരിക്കലും ചേർന്നുകൊണ്ട് ഒരു പ്രഹസനമായി പരിഹാസ്യമായിട്ട് ഈ കോഴ്സിനെ മാറ്റരുതെന്നാണ് നമ്മുടെ ഈ തഖസ്സുസിനെ കുറിച്ചും സാധാരണ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഹിഷാമിയ കോഴ്സിനെ കുറിച്ചും പറയാനുള്ളത്. കേവലം ഒരു 2000 ഉറുപ്പിക കൊടുത്തിട്ട് ഒരു കോട്ടടിച്ച് അത് നിങ്ങളെ ധരിപ്പിച്ച് ഫോട്ടോ എടുത്തിട്ട് പിന്നെ പബ്ലിക്കിൽ കാണിക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ ഉദ്ദേശം. അല്ലെങ്കിൽ ഒരു വലിയ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഞാൻ പഠിച്ചു പാകതയിലും പക്വതയിലും എത്തി എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റുമല്ല നിങ്ങൾക്ക് നൽകുന്നത്. മറിച്ച് നിങ്ങൾക്ക് പഠനത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്, തിരിച്ചു വരാനുള്ള ഒരു യോഗ്യതയെങ്കിലും നിങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ ഒരു ലക്ഷണമായിട്ട് മാത്രമാണ് ഈ സർട്ടിഫിക്കറ്റുകളും സനദുകളൊക്കെ നിങ്ങൾക്ക് തരുന്നത്. മുൻകാലങ്ങളിലൊന്നും സനദ് വിതരണമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ കേരളത്തിൽ മലബാറിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഉസ്താദുമാരുടെ മുന്നിൽ പോയി ഇരിക്കൽ തന്നെയാണ് സനദ്, അവരുടെ ക്ലാസ് കേൾക്കൽ തന്നെയാണ് സനദ്. അതിനെ ഓതി പഠിച്ച് തഹ്ഖീഖോടുകൂടെ തദ്ഖീഖോടുകൂടെ ഇൽമ് ഹാസിലാക്കൽ തന്നെയായിരുന്നു അന്നത്തെ സനദ്. പിന്നെ
വടക്കത്തിരിക്കുക എന്ന് പറയുന്ന ചില പൊന്നാനിയിലൊക്കെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സനത് എഴുതിയിട്ട് വായിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. അത് കേരളത്തിന് പുറത്ത് പണ്ടേ ഉണ്ട്. എങ്കിലും കാലഘട്ടത്തിന്റെ ആവശ്യമായതുകൊണ്ട് തന്നെ അതും നമ്മുടെ ഉസ്താദുമാരുടെ ഗുരു പരമ്പര അത് എഴുതിയിട്ട് അച്ചടിച്ചിട്ട് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾക്കൊരു മനസ്സിന് ഒരു ഹിമ്മത്തും ധൈര്യവും എനിക്ക് സനതുണ്ട് എന്നുള്ള ഒരു ബോധവും ഉണ്ടാകാൻ വേണ്ടിയാണ്. അല്ലാഹു തആല ആ രീതിയിലുള്ള സനദാക്കി നമ്മുടെ സനദിനെ മാറ്റിത്തരുമാറാവട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജില്ലാതലത്തിൽ നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയൊക്കെ വളരെ സജീവമായി നമ്മുടെ ഹിഷാമിയോട് സഹകരിക്കുന്നുണ്ട്. അല്ലാഹു തആല അവരുടെ സേവനം സ്വീകരിക്കട്ടെ. കണ്ണൂർ ജില്ല ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അത് പൂർവ്വപരി ഇനിയും ഉണരുമെന്നുള്ള പ്രത്യാശ ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഹിഷാമി കൊട്ടപ്പോയിൽ, അതുപോലെ റാഷിദി ഹിഷാമി കയ്യങ്കോടിനെ പോലത്തെ നേതാക്കന്മാരുടെ സജീവമായ പ്രവർത്തനത്തിലൂടെ നമ്മുടെ ഹിഷാമിയ, കണ്ണൂർ ഹിഷാമിയ പ്രത്യേകമായി ഉണർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റെല്ലാ ജില്ലകളും അവരവരെ കൊണ്ടാകുന്ന സേവനങ്ങളും സഹകരണങ്ങളും ഹിഷാമിയോട് വെച്ച് പുലർത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെന്നെല്ലാം അത് സ്വീകരിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എല്ലാവരും ഹിഷാമിയുടെ സേവകരായി മാറണമെന്ന് ഒന്നുകൂടി ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.